ഹലോ, ഗുഡ് ഈവനിങ്. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതുപോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ വേറെ ഞാൻ വേറൊരു മാർക്കറ്റിംഗ് കോഴ്സ് വേറെ ചെയ്തിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്. ഏകദേശം ഇതുപോലെ തന്നെ സപ്പോർട്ട് തരുന്ന ഒരു ടീമാണ്. ഇനിയിപ്പോൾ അവരെ പേരും നാളൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം ഇനിയിപ്പോൾ അതൊരു പരസ്യം ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് പറയാത്തത്. ഇപ്പോൾ ഇത് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഗ്രൂപ്പുകളിൽ അല്ല കോഴ്സുകളിൽ രണ്ടാമത്തെ കോഴ്സാണിത്. ഞാൻ ഫസ്റ്റ് കോഴ്സ് അത് ചെയ്തിരുന്നു. അത് കൊറോണ കാലത്ത് ചെയ്ത കോഴ്സായിരുന്നു. അതിപ്പോഴും സപ്പോർട്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കോഴ്സാണിത്. കാരണം ഇവരെ ഡെഡിക്കേഷനാണ് സംഭവം. അത് അവർക്ക് ഈ കോഴ്സ് നടത്തുന്ന ആൾക്കാർക്ക് അവർ ചെയ്യണതിൽ ഒരു 100% അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വരണം എന്നുള്ളത് അവരെ ഒരു ഇതാണ്. അവരെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സംഭവം ആവുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം ഉപകാരപ്പെടുന്നത്. അല്ലെങ്കിലൊന്നും അത് ഇതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഓരോ ഫീൽഡിലേക്ക് നമുക്ക് എത്തിപ്പെടുന്നത് നമ്മളൊരു ഇഷ്ടം കൊണ്ടും പാഷൻ കൊണ്ടും, പിന്നെ അബദ്ധവശാൽ കയ്യും കാലും തട്ടി വീണ് പോകണ വേറെ ചെറിയ ടീം, അങ്ങനെ രണ്ട് തരത്തിലുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഒരു പാഷൻ്റെ പുറത്ത് അങ്ങനെ പോകണതാണ്. അപ്പോൾ ആ ഒരു അത്രയും ഡെഡിക്കേഷനും ആ പാഷനും ഒക്കെ ഉള്ളിലുണ്ടാവുകൊണ്ടാണ് ഇങ്ങനെ അവർക്കും തന്നെ അത് കോഴ്സ് നടത്തുന്ന ആൾക്കാർക്കും അവർക്കും തന്നെ ഓരോ പ്രശ്നങ്ങൾ ഓരോ ദിവസം കിട്ടണം എന്നുള്ളത് അവരും ഒരു ഒരു ആഗ്രഹമാണ്. ഓരോ ദിവസവും എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നുള്ളത് അങ്ങനെയാണ് അതാണ്. അതുകൊണ്ട് നമുക്കിത് ഭയങ്കര ഉപകാരം എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഭയങ്കര ഉപകാരം. നമുക്ക് വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്ന സംഭവമാണിത്. ഏതായാലും സജിത് സാറിനും ടീമിനും എന്ന് വേണ്ട, നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എൻ്റെ വക. ഓക്കെ, കാണാം. അടുത്ത വർഷം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ സംശയങ്ങൾ ചോദിച്ചിട്ടും അത് തീർത്തിട്ടും നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ.